സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു വാർത്തയാണ്. ഈ കോൺഗ്രസിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന, അതുമല്ലെങ്കിൽ പാലക്കാട് MLA ആയിട്ടുള്ള നമ്മുടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു പ്രശ്നങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഉള്ളിലുള്ള ഈ സ്ത്രീകളോടുള്ള താല്പര്യം അത് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് അല്ലേ. അതൊരു ട്രാൻസ് വുമണിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഒരു സിനിമ നടിയുടെ അടുത്തും അതേപോലെ തന്നെ പല ആളുകളുടെ അടുത്തും മോശമായിട്ടുള്ള പരാമർശമായിട്ട് ഫേസ്ബുക്കിൽ കൂടി ഈ പറയുന്ന കോഴിത്തരം കാണിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസിലും കണ്ടതും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള വിമർശനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതും. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള യുവ ജനതയിൽ അല്ലെ യുവത്വങ്ങളിൽ ചോര തിളയ്ക്കുന്ന ഏറ്റവും നല്ല 2-3 നേതാക്കന്മാരുണ്ട്. അതിലൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റൊന്ന് ഷാഫി. ഇങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ഈ പറയുന്ന രാഷ്ട്രീയത്തിലുള്ള പുലിക്കുട്ടന്മാർ. അപ്പോൾ പല വിഷയങ്ങളിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ ഈ ഷാഫിയും അങ്ങനെ എല്ലാവരും സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവർ ഈ വാദപ്രതിവാദങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒതുക്കിക്കളയണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന വിമർശനങ്ങളോ പരാതികളോ ആണോ ഇത്? അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയാൻ സാധിക്കത്തില്ല ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന യുവതികളും ട്രാൻസ് വുമണും എല്ലാവരും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഈ പരാതിയുമായി മുന്നിലേക്ക് വന്നിട്ടുള്ള ആർക്കും തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് താല്പര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുക്കുകയോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ച് അകത്തിടാനോ ഒന്നും ഇവർക്കൊരു താല്പര്യമില്ല. പക്ഷേ ഇവൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലുള്ള ഭാവി തൊലയ്ക്കണം, ഇവൻ്റെ ഈ പറയുന്ന MLA സ്ഥാനം രാജിവെപ്പിക്കണം, അധ്യക്ഷ സ്ഥാനം കടിച്ചു തൂങ്ങി കിടക്കാതെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം ഇതിനെതിരെ ഇപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതേപോലെ തന്നെ ഈ പറയുന്ന പാർട്ടിക്കെതിരെയും പല ആളുകൾ, അത് BJPയും ആയിക്കോട്ടെ അതേപോലെ തന്നെ LDFും ആയിക്കോട്ടെ, ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വട്ടം ചേർന്നിട്ട് ആക്രമിക്കുകയാണ്. UDFിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാര്യം പോലെ നമ്മളിവിടെ കാണുന്നത്. ശരിക്കും അങ്ങനെ തന്നെ സ്വാഭാവികമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങ് തകർത്ത് കളയണം, അങ്ങ് തളർത്തി കളയണം എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടി ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് അതിനെ തള്ളിക്കളയും? കാരണം സത്യം അത് തന്നെ ആയിരിക്കും അല്ലേ. കാരണം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പരാതികൾ 4-5 വർഷങ്ങൾക്ക് മുൻപുള്ള പരാതികളാണ്. അന്നൊന്നും ഇതൊരു പരാതിയായിട്ട് തോന്നുന്നത്. നമുക്കറിയാം വേടൻ്റെ വിഷയം വന്നപ്പോൾ വേടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുവതികൾ വന്നത് എപ്പോഴാണ്? വേടന് കുറച്ച് പണവും പ്രസക്തിയും ഒക്കെ ആയതിനു ശേഷമാണ് അല്ലേ. വേടൻ ഒരു പേരിൽ ഒരു ബ്രാൻഡായി അറിയപ്പെടുന്നതിന് ശേഷമാണ് ഇവർ ഒരു പരാതിയായിട്ട് വന്നത്. അങ്ങനെ വന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ വരുമ്പോൾ ഈ വേടൻ എന്ന് പറയുന്നവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് കുറച്ച് പരിഗണന കിട്ടുമല്ലോ, തങ്ങളെ അതിജീവിതയായിട്ട് തന്നെയല്ലേ കാണുകയുള്ളൂ. പിന്നീട് ഇനി അതല്ലാന്ന് തെളിഞ്ഞാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം കുറ്റവാളി എന്നുള്ളൊരു പേരിൽ അല്ലെങ്കിൽ കുറ്റവാളി എന്നുള്ളൊരു നിഴലിൽ, സംശയത്തിന്റെ നിഴലിൽ കഴിയുമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ കണ്ടതും. കോടതിക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് കോടതി പറഞ്ഞു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ട് കോടതിയിലേക്ക് ഹാജരാകുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വേടനെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കും, അല്ലെങ്കിൽ വേടനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവിടുത്തെ ജഡ്ജി പറയുന്നുണ്ട്. അങ്ങനെ ഹൈക്കോടതിയുടെ ഒരു വിധി കാരണം വേടനെ അറസ്റ്റ് ചെയ്യില്ല. അപ്പം ഞാനീ പറഞ്ഞു വന്നൊരു കാര്യം, എന്തുകൊണ്ട് ഞാനിത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേടൻ്റെ വിഷയത്തിൽ 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് ഇന്ന് വന്നിട്ട് കൊട്ടിഘോഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും 2020 വന്ന വിഷയമാണ് 5 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 4 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഇന്നലെ വന്നിട്ട് കൊട്ടിഘോഷിക്കുന്നത്. അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് അയാൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു MLA കൂടിയാണ്, പാലക്കാടിൻ്റെ ഒരു MLA കൂടിയാണ്. അങ്ങനെ വന്നപ്പോൾ ആ MLA സ്ഥാനം തകർത്തെറിയണമെന്നുള്ള തലമൂത്തപ്പന്മാരുടെ ആഗ്രഹം കൊണ്ടും പല പാർട്ടിയിലിരിക്കുന്ന ആളുകളും ഇവനൊരു വെല്ലുവിളിയാകുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ടും പലർക്കും ഈ സ്ഥാനം കൈവരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെ രാഹുലിനെ പെടുത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം അതായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കാൻ നോക്കി. വെറും 30 സെക്കൻഡ് മാത്രമുള്ള ഒരു ഓഡിയോയിൽ കൂടിയാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് ഓർക്കണം. ദിവ്യഗർഭമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ പെൺകുട്ടിയുടെ വോയിസ് എനിക്കത് റോബോട്ടാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നതാണ്. കാരണം ഇരയുടെ പ്രൈവസി, ഇരയ്ക്ക് കൊടുക്കുന്ന സംരക്ഷണം, അതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നത്. എന്ത് ഇരയാണ് ഒരു പെൺകുട്ടി വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് എന്നെ ഇവൻ പീഡിപ്പിച്ചു. ഇപ്പം എന്നെ പറ്റി ഒരു പരാതി കൊടുക്കുകയാണ്, എന്നെ അമലെന്ന് പറയുന്ന വ്യക്തി പീഡിപ്പിച്ചു. അപ്പോൾ ഈ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്നെ പ്രതിയാക്കി തന്നെ ആയിരിക്കും മാധ്യമങ്ങളൊക്കെ എന്നെ ചിത്രീകരിക്കുക. അപ്പോൾ ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി അല്ലെങ്കിൽ ആ സ്ത്രീയെ പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ?
അവർ വന്നൊരു മുഖമില്ലാതെയോ പേരില്ലാതെയോ നാളില്ലാതെയോ ഒരു വിലാസമില്ലാതെയോ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അതെടുത്ത് കൊട്ടിഘോഷിക്കാൻ കുറേ മീഡിയകളും അതെടുത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു പയ്യനെ പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു പയ്യന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവന്റെ ജീവിതം തുലയ്ക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്, വേടന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. രാഹുൽ നാണം കെട്ടവനല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉളുപ്പുള്ളവനായതുകൊണ്ട് രാഹുൽ അവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് അതിനുശേഷം ഇതിനെപ്പറ്റി പറയുന്നത് MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതേസമയം നമ്മുടെ കമ്മ്യൂണിസ്റ്റിൽ മുകേഷ് സാറുണ്ട്, മുകേഷ് ഏട്ടൻ നല്ല നില്ല് പുല്ല് അണ്ണനെ ഇതുവരെയും രാജിവെച്ചിട്ടില്ല. അണ്ണനെതിരെ പരാമർശങ്ങൾ വന്നപ്പോഴും അണ്ണൻ്റെ അടുത്ത് രാജിവെക്കാൻ ആരും പ്രഷർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിലും അണ്ണൻ കടിച്ചു തൂങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിനോ അല്ല BJPക്കോ ആർക്കൊന്നും പറയാനില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിന് ഈ ഒരു യുവതി വന്നിട്ട് പറയുന്നൊരു കാര്യം ഞാനൊന്ന് പ്ലേ ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോയിലേക്ക് പോവാം. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത്. യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഈ ഓഡിയോയിൽ വ്യക്തമാണ്. ഗർഭഛിദ്രത്തിന് യുവതി വഴങ്ങിയുമില്ല. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാതൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ കണ്ടില്ലേ. ഇതിൽ ഞാൻ ഈ ഒരു ഓഡിയോ കേൾപ്പിച്ചതിൽ ഇത് രാഹുൽ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് പറയാം. കാരണം രാഹുലിൻ്റെ സൗണ്ട് തന്നെയാണ്, രാഹുലിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ ഇതിൽ ഈ പെൺകുട്ടി പറയുന്നത് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ അത് സത്യമാകും എന്ന് പറയുന്നതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? അത് സത്യം തന്നെയാണല്ലേ. ഒരു കാര്യം തന്നെ ഊന്നി ഒരാൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ പറയുന്നതിലും എന്തെങ്കിലും സത്യം ഉണ്ടാവില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഇവർ ഊന്നിപ്പിടിക്കുന്നത്. അതായത് ഒരേ സാധനം തന്നെ 30 സെക്കൻഡുള്ള ഒരു ഓഡിയോ വീണ്ടും ഇട്ട് പ്ലേ ചെയ്തുകൊണ്ട് അതിൽ കൂടി ഇവർ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നത്, അല്ല ഇത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നതും. രാഹുൽ എന്തിൻ്റെ പേരിൽ ഇത് പറഞ്ഞു, എവിടെയാണ് ഇതിൻ്റെ തുടക്കം, എന്തായിരുന്നു സംസാരത്തിൻ്റെ ആരംഭത്തിൽ എന്താണ് പറഞ്ഞത്, അതിൻ്റെ അവസാനത്തിൽ എന്താണ് പറയുന്നതെന്നൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും മൂലയെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സംസാര വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ പല ഭാഗങ്ങളിലും പല രീതിയിലും സംസാരിക്കുന്നുണ്ടാവാം. അതിൻ്റെ തുടക്കത്തിൽ എന്താണ് പറയുന്നത് കേട്ടെങ്കിലല്ലേ അതിൻ്റെ ഒടുക്കത്തിൽ പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റൂ. ഇത് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് 5 വർഷങ്ങൾക്ക് ശേഷം വന്നൊരു പരാതിയാണ്. ഇതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ 5 വർഷം വേടൻ്റെ വിഷയത്തിൽ ചോദിച്ച അതേ ചോദ്യം, എന്തുകൊണ്ട് 5 വർഷങ്ങൾക്ക് ശേഷം ഈ പരാതിയുമായിട്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നു? കാരണം സരിത 2.0 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കമൻറ്റുകളിലും ഞാൻ കണ്ടു. അത് പണ്ട് ഈ പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആദരണീയനായ ആ മുഖ്യമന്ത്രി, പകരക്കാരനില്ലാത്തൊരു മുഖ്യമന്ത്രി, ഒരു നേതാവിനെ നമ്മൾ കണ്ടിരുന്നു. ആ നേതാവിൻ്റെ മരണം വരെയും അദ്ദേഹത്തിനെ വേട്ടയാടിയെന്നൊരു വിഷയം സരിതയുടെ വിഷയമായിരുന്നു. ഇല്ലാത്തൊരു കേസിൽ അദ്ദേഹം ഉമ്മ വെച്ചു, അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായമായി അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിരുന്ന ഒരു പാർട്ടിക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ. ഇടതും വലതും മുന്നിലും പിന്നിലും എല്ലാം നിന്ന പാർട്ടിക്കാർ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി സ്വന്തം പാർട്ടിയിലുള്ളവരും കുറ്റപ്പെടുത്തിയെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും. ഏതോ ഒരു നടി വന്നിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ രാഹുൽ ഹൂക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയുന്നുണ്ട്. ഇവിടേക്ക് ഏതാണെന്ന് ആർക്കറിയാം? പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരാതിയൊക്കെ പറയേണ്ടത് എനിക്ക് പ്രകോപനമുണ്ടായാലും ഞാൻ പരാതി കൊടുക്കുമെന്ന്. പ്രകോപനം ഉണ്ടായാലെന്നല്ല, മുന്നറിയിപ്പുണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുക്കും എന്നായിരിക്കും പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടൊരു വാർത്തയാണ്, അതായത് നമ്മുടെ രാഹുൽ ഈശ്വർ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തവും കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിൻ്റെ ഒരു രൂക്ഷ വിമർശനം ഇതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എടാ നീ ഇനിയെങ്കിലും ഒന്ന് മിണ്ടടാ, ഇനിയെങ്കിലും ഒന്ന് പ്രതികരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വാർത്ത കണ്ടപ്പോൾ എനിക്കത് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്തയുടെ റിപ്പോർട്ടർ ചാനൽ നമുക്കറിയാം എല്ലാ അനീതിക്കെതിരെ സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതും ഒരു ഇടതുപക്ഷ ചായ്വുള്ളൊരു ചാനലാണല്ലോ, ഫണ്ടിങ് കൂടുതലും വരുന്ന ഇടതുപക്ഷമാണല്ലോ. അപ്പോൾ ഓരോ ചാനലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ്, ശരി തന്നെയാണ്. പക്ഷേ തന്തയില്ലായ്മയുടെ കൂടെ റിപ്പോർട്ടർ ചാനൽ നിൽക്കുമെന്നുള്ളത് ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒരാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിപാടികൾ കാണിക്കാമോ അതിൻ്റെ എല്ലാം അങ്ങേയറ്റം വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ 2-3 ദിവസങ്ങളായിട്ട് വേടൻ്റെ വിഷയത്തിലും ഈ വിഷയത്തിലൊക്കെ കാണുന്നത്. ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവൾ അതിജീവിത ഇര അങ്ങനെയൊക്കെയാണ്. ഒരു പയ്യനോ കുറ്റവാളി തന്നെയാണ്. നിയമത്തിൻ്റെ മുൻപിൽ അത് തെളിയുന്നത് വരെയും അവനൊരു കുറ്റവാളിയാണ് എന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല, കോടതിക്ക് പോലും ഇല്ല. പക്ഷേ അത് കോടതിയും ശരിവെക്കുന്നുണ്ട്. പക്ഷേ
ഇവിടെ ഒരു പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെണ്ണെന്തെങ്കിലും വന്ന് അപരാധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ കുറ്റക്കാരൻ തന്നെയാണെന്നാണ് പറയുക. എന്തുകൊണ്ട് ഈ ഒരു സംസാര വിഷയം വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റം പറയാൻ പറ്റുള്ളൂ. രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അല്ലെങ്കിൽ രാഹുൽ അതിനെ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ 5 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 4 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യം ഇപ്പോൾ എന്തുകൊണ്ട് വന്ന് പറയുന്നു എന്ന് വിചാരിക്കുമ്പോൾ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണെന്ന് നമുക്കിത് മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്താണ് ഈ ശ്രീ രാഹുൽ ഈശ്വർ ഇതിനെപ്പറ്റി പറഞ്ഞത് നമുക്ക് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ഫോൺ സന്ദേശം. റിപ്പോർട്ടർ ചാനലിലെ 30 മിനിറ്റുള്ള ഓഡിയോ ക്ലിപ്പ് 10 പ്രാവശ്യം പ്ലേ ചെയ്താൽ വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആവില്ല. ഭയങ്കര ഞെട്ടിക്കുന്ന ഫോൺ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമ്മർദ്ദം താങ്ങില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ, നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ്. എടാ മണ്ട, തിരിച്ചടിക്കടാ, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ച് വെപ്പാർ കൊണ്ടുപോകും. നിന്റെ കൂടെ നിൽക്കുന്നവരും കൊണ്ടുപോകും, ഈ നാട്ടുകാരും കൊണ്ടുപോകും. ഇവർക്ക് തെളിവൊന്നും ഒരു ഇഷ്യൂ അല്ല. നിനക്കെതിരെ തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ കണ്ടിരിക്കണം. എനിക്ക് വേറെ പണിയുണ്ട്, അത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 35 വയസ്സേ ഉള്ളൂ. നിന്നെ പോലെ പ്രതിഭയും കഴിവുള്ള ഒരുത്തനെ അടുത്ത 60 വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ്, അല്ലെങ്കിൽ 50 വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ്. നിന്റെ രാഷ്ട്രീയ ജീവിതവുമാർ തീർക്കും. നീ ഒരു പക്ഷേ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി മാറേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ശക്തമായി എതിർക്കുമ്പോഴും രാഹുലിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എടാ, ഇത്തരം കള്ള തെളിവുകൾ വെച്ച് നിന്നെ കൊടുക്കാനുണ്ടെങ്കിൽ നീ തിരിച്ചടിച്ച് വാ തുറന്നില്ലെങ്കിൽ നിന്നെ അവർ ഇല്ലാതാക്കുന്നു. മനസ്സിലാക്ക്. നിന്നെയല്ല ഇതുപോലെ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ശ്രീ ദിലീപിനെ, ശ്രീ സിദ്ദിഖിനെ, എത്ര പേരെ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. നട്ടലോട് കൂടി ഒരു നിവിൻ പോളിയും വിജയബാബുവും തിരിച്ചടിച്ചുകൊണ്ടാണ് അവർ നിന്നത്. എന്ത് കോപ്പിന്റെ തെളിവാണിത്? കേട്ടോണേ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട്. പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരത്തോളം ചെയ്തല്ലേ, അല്ലാതെ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ കോൺവെർസേഷൻ ഒക്കെ സത്യമായിരിക്കും. ആ കോൺവെർസേഷൻ വലിയ കോൺവെർസേഷൻ ആണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് യുവതിയുടെ സ്വകാര്യത രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് പറയുന്നു. സൗണ്ട് മാറ്റി അകപ്പിക്കുന്നത് പറയുന്നത് ആയിക്കോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ, ഇവർ രണ്ടും ഒരുമിച്ചല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ പോയി റേപ്പ് ചെയ്യുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായി. അവിടെ അതിന് പ്രശ്നമൊന്നുമില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനു പറയുന്നുണ്ട് ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കുമെന്ന്, ഞാൻ ആ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുമെന്ന്. ഇവർ തമ്മിൽ ലിവിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും, സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും. ആ സാധനം ആ പെൺകുട്ടിക്കിടെയും കൂടെ ഉത്തരവാദിത്തമില്ല. അതിനൊന്നും ഒരു പ്രശ്നമില്ലേ? പെൺകുട്ടി പരിശുദ്ധ, രാഹുൽ മാങ്കൂട്ടത്തിൽ മോശക്കാരനുമായോ? ഇതെന്താണ്? ഇതെന്ത് തെളിവാണ് കോപ്പ്? അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ശ്രീ രാഹുൽ ഈശ്വർജി. കാരണം നമ്മുടെ നാട്ടിലൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞാൽ അവൾ പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള മുഖവിലക്കെടുക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നീതിന്യായ വ്യവസ്ഥ അവരെ അനുശാസിക്കും, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയും ഈ തന്തയ്ക്ക് പുറക്കാഴി അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എന്നത് നിർത്തലാവും. അതായത് ഈ പുരുഷനെതിരെ സംസാരിക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ പുരുഷനെതിരെ ഒരു പരാമർശം നടത്തുമ്പോൾ തന്നെ പുരുഷനെ പിടിച്ച് പ്രതിപട്ടികയിൽ ചേർക്കുകയും പുരുഷനെ സംശയത്തിന്റെ നിഴലിലേക്ക് ആക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഏത് കാലത്ത് അവസാനിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. വേടന്റെ വിഷയത്തിൽ നമ്മുടെ ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെയും വേടനെതിരെ സംസാരിക്കുന്ന പരിപാടികൾ ഇനി നടക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇപ്പം അതിനുള്ള വേറെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ, ഇത് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ഇനി നീ പ്രതികരിച്ചില്ലെങ്കിൽ നിന്റെ പാർട്ടിയിലുള്ളവരും നിന്റെ കൂടെയുള്ളവരും നിന്റെ എല്ലാവരും നിന്നെ കുറ്റം പറയും, നിന്നെ താറടിച്ച് കാണിക്കുമ്പോൾ ഇനിയെങ്കിലും നീ മിണ്ടടാന്നാണ് പറയുന്നത്. സഹോദരൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ ഈ കാര്യങ്ങളെ പറ്റി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് പറയാനായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ പ്രതികരിച്ചൊരു കാര്യം അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ രാഹുൽ ഈശ്വർ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ ഒരു ഓഡിയോ വീണ്ടും, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു 30 സെക്കൻഡ് മാത്രമുള്ള ഒരു ഓഡിയോ, എഡിറ്റ് ചെയ്തൊരു ഓഡിയോ വീണ്ടും വീണ്ടും അത് കേൾപ്പിക്കുന്നതിൽ കൂടി ആരെയാണ് നിങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെ നിങ്ങളുടെ ആഗ്രഹം ആരെ വിശ്വസിപ്പിക്കണമെന്നാണ്? അപ്പൊ ബാക്കി രാഹുൽ ഈശ്വർ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് കേട്ട് നോക്കാം. ആ പെണ്ണ് പറയാണ് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന്. അപ്പോ അത് ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പെണ്ണ് പറയുന്നതാണ്, രാഹുൽ പറയുന്നത് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നാണ്. പെണ്ണ് പറയുന്നത് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല എന്നാണ്. അടുത്ത രാഹുലിന്റെ ഡയലോഗ് നോക്കിയോണേ. കൊച്ചെങ്ങനെ പറയും? ആ കൊച്ചിനെ കാണുന്നവരെ തന്തയില്ലാത്തമാരെന്ന് വിളിക്കില്ലേ? രാഹുലും ഈ സ്ത്രീ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും, ലിവിൻ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും, ചിലപ്പോൾ സ്നേഹം ഉണ്ടായി കാണും, പ്രണയം ഉണ്ടായി കാണും, കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും. ഇവരുടെയും കൂടെ സമ്മതത്തോടല്ലേ ചെയ്തത്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ. ഈ സൗണ്ട് മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എന്തോ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ ആ കാര്യത്തിലൊക്കെ ഫേക്ക് സാധനമൊന്നും ഇല്ല. റിപ്പോർട്ടർ മുഖ്യധാരാ ചാനലാണ്, അതുകൊണ്ട് റിപ്പോർട്ടറിനെ ആ കാര്യത്തിൽ വിശ്വസിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് പറ്റിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണും കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി.
ഇനി അത് ഗർഭിണി ആയെന്ന് പോലും അറിയില്ല കേട്ടോ. ആ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ തനിക്ക് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് എന്തായാലും ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും കൂടെ നടക്കുന്ന കോൺവെർസേഷനാണ്. കണ്ടില്ലേ, ഇതിൽ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യസന്ധമാണെന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ നടക്കുന്ന ഒരു പരിപാടി, അത് ആ പെണ്ണും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. അതിനുശേഷം അവൾ ഗർഭിണിയാണ് അല്ലെങ്കിൽ കുഞ്ഞുണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ സംസാരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്? ആ ഒരു വിളിക്കുന്നതിനെ പറ്റി തലയുമില്ല വാലുമില്ല ഏതോ ഒരു ഭാഗത്തുള്ള സാധനം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? വിശ്വസിക്കുന്ന ആളുകൾ കാണും, നിങ്ങളെപ്പോലെയുള്ള റിപ്പോർട്ട് ചാനലിൽ ഇരിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയായിട്ടൊക്കെ വരുന്നത് എന്തൊരു ചെറ്റത്തരമല്ലേ, തന്തയ്ക്ക് പ്രകാരിയാണല്ലേ. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു. അവർ എന്നെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു, ഇപ്പോഴും എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇരകൾക്ക് അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന ഈ ട്രാൻസ് വുമണിനോ ആർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ സാധിക്കാത്തത്? അതിൽ കഴമ്പില്ല, ബാക്കിയെല്ലാം ഉണ്ട്. കഴമ്പില്ല, അതിന് പകരം ഇമ്പ് മാറ്റിയിട്ട് ബാക്കി പറയണം അല്ലേ. അത് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങളതിനെ പൂരിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പരാമർശമായിട്ട് വന്നിട്ട് ഒരു പുരുഷനെ താറടിച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ സ്ത്രീകൾക്കെതിരെ തക്കതായ നടപടി തന്നെ സ്വീകരിക്കണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നമുക്ക് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാൻ വരുന്നു, നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. അങ്ങ് വെച്ചോ? അല്ല, റിപ്പോർട്ടറിന്റെ ബഹുമാനായ മാധ്യമപ്രവർത്തനം അങ്ങനെ തന്നെ പറയുകയാണ്, ഞാൻ രാജിവെച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ എപ്പോൾ വെച്ചു, ആർക്കാണ് ഈ രാജിക്കത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയാം. രാജിവെച്ചില്ല എന്നാണോ? അല്ല, അപ്പൊ ഞാനെന്ത് പറയട്ടെ, എന്റെ തീരുമാനം പറയാൻ വേണ്ടിയിട്ടല്ലേ വിളിച്ചേ. അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടിന് എന്തിനാ എത്ര വ്യഗ്രത? അപ്പൊ നമുക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെ. ഇനി പറ. ഒരുപാട് ഗൗരവമായ ആരോപണങ്ങൾ പലപ്പോഴും നടിയുടെ ആരോപണം വരുന്നു, ശബ്ദരേഖകൾ വരുന്നു, കാര്യങ്ങൾ നിസ്സാരമല്ല. സ്വന്തം സ്ഥാനത്തിൽ തന്നെ രാജി ആവശ്യപ്പെട്ട് പരസ്യ പ്രതികരണങ്ങൾ പോലും ഉയർന്നിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ മറുപടി? ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്, ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നുവെന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അവരെൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലം വരെ നല്ല കമ്മ്യൂണിക്കേഷൻ, അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ. ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ സുഹൃത്താണ്, ഇപ്പോഴും അടുത്ത സുഹൃത്താണ്. അത് നാളുകളും അടുത്ത സുഹൃത്തായിരിക്കും. അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവരത് തുറന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ്? അങ്ങല്ലെങ്കിൽ പറയാമല്ലോ. ഞാൻ പറയല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദര. അപ്പോൾ അവർ എൻ്റെ പേര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവരെൻ്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ പേര് ആരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം, ഇപ്പോഴും എൻ്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും, അതെല്ലാം ചെയ്യാൻ പറ്റും, ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷേ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതി ഉണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യാം. കണ്ടില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഫിഡൻസ്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അയാൾക്ക് വ്യക്തമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ധാരണയുണ്ട്. നമുക്കറിയാം, ഒരാളെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹം എന്നൊരു വ്യക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നതും അദ്ദേഹത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന ആളുകൾ കാണിച്ച തന്തയ്ക്ക് പ്രക്കാഴ്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP എല്ലാം അവിടെ കാണിച്ച തന്തയ്ക്ക് പ്രക്കാഴ് കാരണമാണ് ആ ഒരു വ്യക്തിയെ ആ രീതിയിലേക്ക് താറടിച്ച് കാണിച്ചതും ആ ഒരു വ്യക്തിയുടെ മരണം വരെയും ആ ഒരു വിഷമത്തോടുകൂടി അദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരുന്നതും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് കയറി വരാൻ അവസരം വേണമെന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ അടിച്ച് താഴെ കളയണമെന്ന് വിചാരിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ പെണ്ണ് വിഷയം കൂടി കലർത്തിക്കൊണ്ട് ആ രീതിയിലേക്ക് വരുത്തി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുത്തിക്കൊണ്ട് ഒരാളെ താറടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തൊരു തന്തയ്ക്ക് പ്രക്കാഴിയാണല്ലേ. ഈ കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു ഇലക്ഷൻ്റെ സമയമായപ്പോൾ പണ്ട് ഇതുപോലെ ഉമ്മൻചാണ്ടിക്ക് ഇട്ട് പണി കൊടുത്തതുപോലെ നിങ്ങൾ ഇതുപോലെ ഒരാളെ കൊണ്ടുവന്നതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിന് കുറ്റം അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, ഞാൻ മുൻപും പറഞ്ഞു. പക്ഷേ
എന്താണ് ഇതിൻ്റെ തുടക്കം, എന്താണ് ഇതിൻ്റെ അവസാനം എന്നുള്ളത് അറിയണം. ഈ റിപ്പോർട്ടർ ചാനൽ കൊള്ളരുതായ്മയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്, ഞാൻ അതിനെ എല്ലാം അംഗീകരിച്ച് പലതവണയും വീഡിയോ ഇട്ടിട്ടുണ്ട്, നല്ലൊരു ചാനൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഇൻറ്റൻഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷൻ ഏറ്റവും കൂടുതലുള്ളത് ജനം ടി വിക്ക് റിപ്പോർട്ടർ ചാനലും തന്നെയാണ് അല്ലേ? നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാർത്താ അവതാരകനെ കണ്ടപ്പോൾ തന്നെയും പറഞ്ഞത് നിങ്ങളുടെ ചാനൽ തന്നെ പലപ്പോഴായിട്ട് ചോദിക്കുക, പലപ്പോഴായിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന കാര്യവും ഞാൻ ഈ രാജി വെച്ചോ എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള പാർട്ടിയിലുള്ള ആളുകളുടെ തന്തയില്ലായ്മ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പെണ്ണ് വിഷയത്തിലേക്ക് കൊണ്ടിടുക എന്നുള്ളത് ഈ ഒരു പാർട്ടിയുടെ ഒരു അജണ്ടയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ പലതവണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് സത്യം പുറത്തു വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റനുഭവിക്കണം. പക്ഷേ ഇനി അതല്ലെങ്കിൽ ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന നായിൻ്റെ മക്കളായിട്ടുള്ള ഈ യുവതികളോ അല്ലെങ്കിൽ യുവാക്കളോ ആരാണെങ്കിലും അവർ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അവരും തുല്യരാണ്. എന്തിന്? ഈ ശിക്ഷ അനുഭവിക്കാൻ അവരും തുല്യർ തന്നെയാണ്. അവരും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതിനെ ഒരു തരത്തിലും മാറ്റി നിർത്താൻ പറ്റില്ല. യുവതികളാണെങ്കിൽ ഇരകളാണെന്ന് പറഞ്ഞുകൊണ്ട് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വരാൻ പറ്റില്ല. പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് അന്വേഷിക്കപ്പെടണം. അതിൽ തെറ്റുകാരൻ ആരാണോ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനി തെറ്റുകാരനല്ല എന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല തെളിയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച ആളുകളെ പിടിക്കുകയും വേണം. ഇതേ കാര്യം തന്നെയാണ് വേടൻ്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. വേടൻ തെറ്റുകാരനല്ല എന്ന് തെളിയുകയാണെങ്കിൽ വേടനെതിരെ സംസാരിച്ച എല്ലാ നായിൻ്റെ മക്കളെയും മാധ്യമ സിൻഡിക്കേറ്റിലുള്ളവന്മാരടക്കം എല്ലാത്തിനെയും പിടിച്ചകത്തിടുക തന്നെ വേണം. എന്തായാലും അതെല്ലാം നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.